ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ് ഈ ഹാവും ഹാസും യൂസ് ചെയ്യേണ്ടതെന്നാണ്. എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, ഒരു പ്രാക്ടീസ് സെഷൻ കൂടി ഉണ്ടായിരിക്കും. ആ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഹാവും ഹാസും എന്തായാലും നിങ്ങൾ തെറ്റിക്കില്ല. ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ വായിക്കുകയെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഈ ഹാവും ഹാസൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ശരിക്കും ഈ ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും മീനിങ് എന്താ? ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഈ രണ്ടിനും ഉണ്ട് എന്ന മീനിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ പോരെ? അങ്ങനെയല്ല, ഇത് രണ്ടും യൂസ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. ഈ ഹാവ് എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെയും ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും. അയ്യോ, അപ്പൊ ഈ പ്ലൂരൽ സബ്ജക്റ്റ് എന്താ? സിംഗുലർ സബ്ജക്റ്റ് എന്താ? ഓക്കെ, പ്ലൂരൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ, യു, ദേ, വി, ഇതൊക്കെയാണ് പ്ലൂരൽ സബ്ജക്റ്റുകൾ. ഇനി സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാ? ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹി ഹാസ് എ കാർ. അവനൊരു കാർ ഉണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ഹാസ് വന്നത്? എന്താ ഹാവ് വരാതിരുന്നത്? ഹി എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്താ വരിക? ഹാസ് മാത്രമേ വരുള്ളൂ, ഹാവ് വരില്ല. ദേ ഹാവ് എ ബിഗ് ഹൗസ്. അവർക്കൊരു വലിയ വീടുണ്ട്. അവർ, അതായത് ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് മാത്രമേ വരൂ, ഹാസ് വരില്ല. അതുകൊണ്ടാണ് ദേ ഹാവ് എ ബിഗ് ഹൗസ് എന്ന് പറയുന്നത്. കിരൺ ഹാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. കിരണിന് മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ് ഉണ്ട്. കിരൺ എന്ന് പറഞ്ഞ ഒറ്റൊരാളേ ഉള്ളൂ, സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് കിരൺ ഹാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് എന്ന് പറയുന്നത്. ദ സ്റ്റുഡൻസ് ഹാവ് എ ടെസ്റ്റ് ടുമോറോ. സ്റ്റുഡൻസിന് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരാണ്, പ്ലൂരൽ ആണ്, പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ദ സ്റ്റുഡൻസ് ഹാവ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് വരും, ഈ പ്ലൂരൽ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ഐ വരിക? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ലേ? ഞാനൊരൊറ്റ ആളല്ലേ ഉള്ളൂ. പണ്ട് എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, പക്ഷെ ഇതൊരു ലോ ആണ് എന്ന് കണ്ടിട്ട് തന്നെ പഠിക്കുക. ഇംഗ്ലീഷിലെ ഒരു നിയമം അങ്ങനെയാണ്, ഐനെ പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത് എന്നും ഹാവും ഹാസും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും പ്ലൂരൽ സബ്ജക്റ്റ് എന്താണെന്നും സിംഗുലർ സബ്ജക്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രാക്ടീസ് സെഷനിലേക്ക് കിടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ ഹാവോ ഹാസോ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്യണം. നോക്കാം എത്ര പേർക്ക് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.